തെരഞ്ഞെടുപ്പ് ചൂടിനിടയിൽ സുരേഷ് ഗോപിയെ ബിജെപിയുടെ അണികൾ മറന്നു. മംഗളൂരു അമൃത് ഭാരത് എക്സ്പ്രസിന്റെ പയ്യന്നൂരിലെ ആദ്യത്തെ സ്റ്റോപ്പ് നടപ്പാക്കാൻ വേണ്ടി അതേ ട്രെയിനിൽ തന്നെ എത്തിയതാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പക്ഷേ അദ്ദേഹത്തെ സ്വീകരിക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ ആരും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി ഏകദേശം 5 മിനിറ്റോളം അവിടെ ചിലവഴിച്ചു. പക്ഷേ സുരേഷ് ഗോപി തന്റെ അതൃപ്തി പ്രകടമാക്കി. ആരും ഉണ്ടായില്ല എന്നുള്ള അതൃപ്തി പ്രകടമാക്കി അതേ ട്രെയിനിൽ തന്നെ അദ്ദേഹം യാത്ര തുടരുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം പുലർച്ചെ 1:45 ഈ സംഭവം. മന്ത്രിക്ക് കണ്ണൂർ മുതൽ കാഞ്ഞങ്ങാട് വരെ സഞ്ചരിക്കാൻ അമൃത് ഭാരത് തലശ്ശേരിയിൽ 1 മണിക്കൂർ പിടിച്ചിടേണ്ടിയും വന്നു. നാഗർകോവിൽ മംഗളൂരു റൂട്ടിലും തിരിച്ചുമുള്ള അമൃത് ഭാരത് എക്സ്പ്രസിന് പയ്യന്നൂർ, നീലേശ്വരം, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് അനുവദിച്ചത് കഴിഞ്ഞ ആഴ്ചയാണ്. ഇത് സുരേഷ് ഗോപിയുടെ ഇടപെടൽ മൂലമാണ് എന്ന് BJP പറഞ്ഞിരുന്നു. എന്നാൽ ഇത് MP-മാരുടെ ഇടപെടൽ വഴിയെന്ന് കോൺഗ്രസും അവകാശപ്പെടുകയും ചെയ്തു. സ്റ്റോപ്പ് അനുവദിച്ച ശേഷം മംഗളൂരുവിലേക്കുള്ള ആദ്യ ട്രെയിനിൽ 3 സുരേഷ് ഗോപി എത്തുമെന്ന അറിയിപ്പ് കൊടുക്കുകയും സ്വീകരണത്തിന് BJP തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്തു എന്നാണ് കേൾക്കുന്നത്. മന്ത്രി തിരുവനന്തപുരത്തു നിന്ന് ചൊവ്വാഴ്ച വൈകിട്ട് വന്ദേ ഭാരത് എക്സ്പ്രസിൽ യാത്ര തിരിച്ച് രാത്രി 10:36 കണ്ണൂരിലിറങ്ങി അവിടെ നിന്നും പുലർച്ചെ 12:50 അമൃത് ഭാരതിൽ കയറുമെന്നും 1:19 പയ്യന്നൂർ, 1:37 നീലേശ്വരം, 1:49 കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിൽ എത്തുമെന്നും കാഞ്ഞങ്ങാട്ട് നിന്ന് താമസ സ്ഥലമായ ബേക്കൽ താജിലേക്ക് റോഡ് മാർഗം പോകുമെന്നുമായിരുന്നു അറിയിപ്പ് നൽകിയിരുന്നത്. എന്നാൽ ചൊവ്വാഴ്ച വന്ദേ ഭാരത് എക്സ്പ്രസ് 2 മണിക്കൂറിലേറെ വൈകി. അതിനിടയിൽ അമൃത് ഭാരത് 11:50 തലശ്ശേരിയിലെത്തി. അപ്പോൾ വന്ദേ ഭാരത് 64 കിലോമീറ്റർ പിന്നിലായി കോഴിക്കോട്ട് എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇതോടെ വന്ദേ ഭാരതുള്ള മന്ത്രി എങ്ങനെ അമൃത് ഭാരതിൽ കയറുമെന്ന് നാച്ചുറലി അണികൾക്കൊരു സംശയം വന്നു എന്നാണ് അറിയുന്നത്. BJP നേതാക്കളെയും റെയിൽവേ അധികൃതരെയും ബന്ധപ്പെട്ടുവെങ്കിലും മന്ത്രിയുടെ യാത്ര എങ്ങനെയായിരിക്കുമെന്ന് ആരും കൃത്യമായ ഒരു ഇൻഫർമേഷൻ നൽകിയില്ല. ഇതോടെ അർദ്ധരാത്രി വരെ അവർ കാത്തുനിന്നു മടങ്ങിപ്പോവുകയായിരുന്നു. ഇതേസമയം മന്ത്രി യാത്ര ചെയ്ത ട്രെയിൻ കടന്നുപോകാൻ വണ്ടി അമൃത് ഭാരത് എക്സ്പ്രസ് തലശ്ശേരിയിൽ 1 മണിക്കൂർ പിടിച്ചിട്ടു. 12:51 വന്ദേ ഭാരതും സുരേഷ് ഗോപിയും കണ്ണൂരിലെത്തി. പിന്നാലെ അമൃത് ഭാരത് 1:09 കണ്ണൂരിലെത്തി. സുരേഷ് ഗോപി അതിൽ കയറി സ്വീകരണം പ്രതീക്ഷിച്ച് പയ്യന്നൂരിലെത്തിയപ്പോൾ അവിടെ പ്ലാറ്റ്ഫോമിൽ അണികൾ ആരും ഉണ്ടായിരുന്നില്ല. തുടക്കത്തിൽ ഒരു അതൃപ്തി പ്രകടിപ്പിച്ചുവെങ്കിലും പിന്നീട് തിരഞ്ഞെടുപ്പ് തിരക്കും അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളുമൊക്കെയായി അണികൾ അതിൻ്റെ ഒരു തിരക്കിലും ആയിരിക്കും എന്ന് അദ്ദേഹം മനസ്സിലാക്കി എന്നാണ് കേൾക്കുന്നത്. പക്ഷേ ഒപ്പം അണികൾ നൽകുന്ന വിശദീകരണം, കൃത്യമായ ഒരു ഇൻഫർമേഷൻ, കൃത്യമായ ഒരു എന്തൊക്കെയാണ് അതിൻ്റെ രീതികൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹം എത്തുക, എങ്ങനെയാണ് എന്നുള്ള ഒരു അറിയിപ്പ് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നാണ് അണികൾ നൽകുന്ന വിശദീകരണം. എന്തായാലും നമുക്കറിയാം, സുരേഷ് ഗോപി എപ്പോഴും കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹം തന്നെ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഇങ്ങനെയൊക്കെ ആകാനേ സാധിക്കുകയുള്ളൂ. ഉടൻ എന്ത് കണ്ടാലും പ്രതികരിക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് അദ്ദേഹം എന്നുള്ളത് കൊണ്ട് തന്നെ അണികൾ ഇത് ആ അർത്ഥത്തിൽ തന്നെ അണികളും അതുപോലെ തന്നെ സുരേഷ് ഗോപിയും അത് എടുത്തിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേസമയം BJPയുടെ 3ാം സ്ഥാനാർത്ഥി പട്ടിക വൈകാതെ പ്രഖ്യാപിക്കുമെന്ന് പറയുന്നു. 10ഓളം മണ്ഡലങ്ങളിലാണ് ഇനി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത്. ഇതുവരെ 86 മണ്ഡലങ്ങളിലാണ് സ്ഥാനാർത്ഥികളെ 2 ഘട്ടമായി പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരം, മാവേലിക്കര അടക്കം മണ്ഡലങ്ങളിലാണ് ഇനി സ്ഥാനാർത്ഥികൾ ആര് എന്നറിയേണ്ടത്. കഴിഞ്ഞ ദിവസമാണ് BJPയുടെ 2ാം സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത്. ആറന്മുളയിൽ മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരൻ മത്സരിക്കും. കൊടുങ്ങല്ലൂരിൽ സീറ്റ് ലഭിക്കാത്തതിൽ അതൃപ്തി പരസ്യമാക്കിയ B ഗോപാലകൃഷ്ണന് ഗുരുവായൂരിൽ സീറ്റ് നൽകിയിട്ടുണ്ട്. CPI വിട്ട MLA CC മുകുന്ദന് നാട്ടികയിൽ തന്നെ BJP സ്ഥാനാർത്ഥിയാക്കി. ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണൻ കുണ്ടറയിൽ സ്ഥാനാർത്ഥിയായി. ധർമ്മടത്ത് പിണറായിക്കെതിരെ K രഞ്ജിത്താണ് മത്സരിക്കുന്നത്. ഇതടക്കം 39 പേരുടെ പട്ടികയാണ് കഴിഞ്ഞ ദിവസം BJP പ്രഖ്യാപിച്ചത്. ഇതോടെ 86 സീറ്റുകളിൽ BJP സ്ഥാനാർത്ഥികൾ ആയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.